നീ അത് വിട്, ഇതിപ്പോ ഒരാഴ്ചയില്ലേ. എങ്ങനെ വിടാൻ വിനായകെ? കാരണം എന്തോന്ന് പോലും എനിക്ക് അറിഞ്ഞൂടാ. ഒരു കൂട്ടുകാരനടുത്ത് വേറെ കൂട്ടുകാരെ ആശ്വസിപ്പിക്കാത്ത ഡയലോഗാണ് നിനക്ക് പറഞ്ഞു തരാൻ പോണത്. നിനക്ക് അവളെ കാട്ടി നല്ലൊരു പിണിഞ്ഞ കിട്ടുകളിയാ. ഫ്രഷ്. ഇങ്ങനെ കരയാതിരികളിയാ. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഇതൊക്കെ ഉണ്ടാകില്ല അല്ല. അതെ, എനിക്ക് ഇവനൊക്കെ എന്തുമാത്രം തേപ്പൊക്കെയാണ് കിട്ടിയിരിക്കുന്ന. അല്ല, നിനക്ക് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. നീ അവക്ക് വേണ്ടി കരഞ്ഞു കരഞ്ഞ അവസാനം നിന്റെ കണ്ണീര് നിൽക്കുന്ന സ്ഥലത്ത് നീ ഒരു കാര്യം ആലോചിക്കും, ഞാൻ എന്തിനിങ്ങനെ കരയണം. അവിടെ ചിന്തിച്ചു തുടങ്ങും നിന്റെ ജീവിതം. അവിടെയാണ് നിന്റെ ടേണിംഗ് പോയിന്റ്. അവിടുന്ന് നീ തിരിച്ചു വരണം. നീ എത്ര ദിവസമേ അവൾക്ക് വേണ്ടി കരയുന്നു, ഇനി കരയാൻ പാടില്ല. ഇനി നീ കരയുന്നേ നിനക്ക് വേണ്ടിയുള്ളവർക്ക് വേണ്ടി മാത്രം നീ കരയുക. നിനക്ക് വേണ്ടാത്തവര് വേണ്ടി നീ കരയാൻ നിൽക്കരുത്. ഇനി ഒരുത്തിക്കാൻ വേണ്ടി ഞാൻ കരയത്തില്ല. അത് പിന്നെ അത്രയല്ലേ ഉള്ളൂ. ഞാനിപ്പോ അവളെ മറന്നിട്ട് 5 മണിക്കൂറായി. അല്ലെ, കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു. നീ നിന്റെ ജീവിതത്തിൽ ഒരു വലിയൊരു സംരംഭം നേടിക്കഴിഞ്ഞു. പിന്നെ ഒരുപാട് തട്ടി നടക്കല്ലേ. നിന്റെ മൂക്കിന്ന് ഒലിച്ചേക്കെന്റെ പുറത്ത് കെട്ടും. കരഞ്ഞ് മെഴുകിക്കളഞ്ഞു. സത്യം, പശു വരെ നിനക്ക് മുഖന്നി കണ്ടായിരുന്നു നോക്കിയത്. നിങ്ങളെന്തിനാ ഞാൻ കരഞ്ഞ കാര്യമൊക്കെ പറഞ്ഞ് കളിയാക്കുന്ന? അത് നമ്മള് ചുമ്മാ അല്ലേ. കളിയാക്കല്ലടാ, ഞാൻ സീരിയസ് ആയിട്ട് കരഞ്ഞേണ്ടാ അതൊക്കെ. ഓ, നമ്മൾ കളിയാക്കുന്നില്ലല്ലോ നിന്നെ. എന്താ ഒരു കാര്യം പറയട്ടാ, ഞാൻ നിങ്ങളെ പറ്റിക്കാൻ വേണ്ടി കരഞ്ഞാണ്. എനിക്ക് കരച്ചിലൊന്നും വരത്തില്ല. ഓളെ, നീ കരയാതിരിക്കെ കരയെന്തുണേ ചെയ്തോ, നമുക്ക് കരച്ചിൽ വരുന്നു. അറിയാതോ ഇല്ല, വീട്ടില് മരണമാണല്ലോ നടന്ന. നീ ഒന്ന് അകത്തേക്ക് കരഞ്ഞിട്ട് വാ, നമ്മളിവിടെ വിളിയിക്കാം. ഓ, പൊക്കെ പൊക്കെ കേൾക്കും. ഓ, നിന്റെയൊക്കെ കളിയാക്കലുണ്ടാത്തത് ഞാൻ മാത്രമാണ് കരയുന്നത്. നിങ്ങൾ രണ്ടും കരഞ്ഞിട്ടുണ്ടല്ലോ. ഹാഷർ, ഇനി ആളിനെ കളിയാക്കണ്ട. ഓക്കെ ഓക്കെ ഓക്കെ. കളിയാക്കിയാലേ അവൻ ചിലപ്പോ ഇനി ഇരുന്ന് കരഞ്ഞു കളയും. ഇനി ഇത് ആലോചിച്ചിരുന്ന് കരയിലളിയാ. ചിലപ്പോ എനിക്ക് തോന്നിപ്പോവും ഇവന്മാർക്ക് 2 തന്നമാരുണ്ടോന്ന്. ഏത് കാര്യം പറഞ്ഞ് എന്നെ ആശ്വസിപ്പിച്ചോ അതേ കാര്യം പറഞ്ഞ് തന്നെ എന്നെ കളിയാക്കുന്നു. ജീവിതത്തിൽ എനിക്ക് പറ്റിയ ഒരേ അബദ്ധം ഇവന്മാരുടെ മുന്നിൽ ഇരുന്ന് കരഞ്ഞത്. ഈ ഊക്കലുകൾ തുടരും.